അപ്പം നമ്മുടെ കേരളത്തിൽ കൃഷിയിടങ്ങളിലും കാടുകളിലും പിന്നെ റോഡിൻ്റെ അരികളിലും ഒക്കെ തന്നെ കാണാവുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു ചെടിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല കൊലയായിട്ടാണ് ഉണ്ടാവുന്നത്. ഈ കൊല ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിരീടം പോലെയാണ് ഈ പ്ലാന്റിൻ്റെ തന്നെ എന്ന് വെച്ചാൽ ഈ ചെടിയുടെ തന്നെ മുകളിൽ ഒരു കിരീടം പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതിനിപ്പോൾ മലയാളത്തിൽ ഇതിന് പേര് കിട്ടിയേക്കുന്നത് ഹനുമാൻ കിരീടം അല്ലെങ്കിൽ കൃഷ്ണ കിരീടം എന്നൊക്കെയാണ് ഈ ചെടിയെ തന്നെ വിളിക്കുന്നത്. ഇംഗ്ലീഷിൽ ഇതിൻ്റെ കോമൺ ആയിട്ട് വിളിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഗോഡ ഫ്ലവർ എന്നും ഓറഞ്ച് ടവർ ഫ്ലവർ എന്നും ഒക്കെ തന്നെ ഇതിന് പേരുണ്ട്. അപ്പോൾ ഈ കോമൺ പേരുകളിലും നിങ്ങൾക്ക് കാണാം പഗോഡ എന്ന് പറഞ്ഞൊരു വേർഡുണ്ട്, അതുപോലെ തന്നെ ഓറഞ്ച് ടവർ എന്ന് പറഞ്ഞൊരു പേരുണ്ട്. അപ്പോൾ യൂഷ്വലി ഏഷ്യൻ കൺട്രീസിലൊക്കെ തന്നെ ഒരു മുകളിലായിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലായിട്ട് കാണുന്ന ഒരു കിരീടം മാതിരി ഒരു സ്ട്രക്ചറാണ് ഈ പഗോഡ എന്ന് പറയുന്നത്. ഏഷ്യൻ കൺട്രീസ് എന്ന് പറയുമ്പോൾ തന്നെ ചൈനീസ്, കൊറിയൻ, ജാപ്പനീസ്, തായ്വാൻ ഈ പറഞ്ഞ റീജിയൻസിലൊക്കെ തന്നെ ഈ ഒരു ആർക്കിടെക്ചർ കോമൺ. വേറെ ലാംഗ്വേജസ് പറയുകയാണെങ്കിൽ തമിഴിലും ഇതിനെ കൃഷ്ണകിരീടം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. കന്നഡയിൽ രാധാപുഷ്പം അല്ലെങ്കിൽ രാധാപൂവ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. മലൈ ഭാഷയിൽ പങ്കിൽ പങ്കിൽ എന്നാണ് വിളിക്കുന്നത്. സംസ്കൃതത്തിലും കൃഷ്ണകിരീടം, കിരീട എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ ലാമിയേസെ ഫാമിലിയിലുള്ള ക്ലിയോഡെൻഡ്രം പാനിക്കുലാട്ടം എന്ന സയൻറ്റിഫിക് നെയിമോട് കൂടിയ ഒരു ചെടിയാണ്. അപ്പം നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ പ്ലാന്റ് ഡിസ്ക്രിപ്ഷൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇലകൾ വളരെ ലാർജ്, ഗ്ലോസി, ഓവലേറ്റ്, ലോബ്ഡ് ഷേപ്ഡ് ആണ്. നല്ലൊരു 30 സെൻറ്റിമീറ്റർ വരെ വൈഡാവുന്ന വലിയ ഇലകളാണ് ഇതിനുള്ളത്. നമ്മുടെ കൈനേക്കായൊക്കെ വലുതാവും. ഈ ചെടിയാണെങ്കിൽ 1 to 2.5 മീറ്റർ വരെ ഹൈറ്റ് വയ്ക്കുന്ന ഒറ്റ തണ്ടിൽ വയ്ക്കുന്ന അബ്സ്ട്രേറ്റ് ചെടിയാണ്. ഇതിൻ്റെ സ്റ്റെംസ് കാണാനായിട്ട് ഒരു പ്രത്യേക രീതിയാണ്. അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഡോട്ട്സ് പോലെയുള്ള ഇതുണ്ട്. പിന്നെ കുറച്ച് വുഡിയാണ് ഈ സ്റ്റെംസ് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സിനെ കുറിച്ചാണെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. ഇതൊരു കിരീടം പോലെയാണ് ഇരിക്കുന്നത്. റെഡ് ഓർ ഓറഞ്ച് കളറായിരിക്കും ഈ ഫ്ലവേഴ്സിനുള്ളത്. കൊല കൊലയായിട്ടാണ് ഉണ്ടാവുന്നത്. ഒരു പ്ലാന്റിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു കൊലയാണ് മെയിനായിട്ട് കൂടുതലായിട്ടും ഇതിനെ കണ്ടു. ഈ കൊലയിൽ തന്നെ ഇതിൻ്റെ ബെറീസും ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് മൊട്ടുകളുണ്ട്, നിങ്ങൾക്ക് പൂവുകൾ കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ബെറീസും ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് എന്നാണ് പറയുന്നത്. ഈ ബെറീസ് കുറച്ചും കൂടെ പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൂയിഷ് ബ്ലാക്ക് കളറിലൊക്കെ വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതേവരെ ഇതിൻ്റെ അകത്ത് അത് കണ്ടിട്ടില്ല. ചിലപ്പോൾ ഇത് വേറൊരു വെറൈറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനിത് ശ്രദ്ധിക്കാതെ പോയതായിരിക്കും. ഈ ചെടി എല്ലാ സീസൺസിലും പൂവിടുന്നതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് ബട്ടർഫ്ലൈനെ അട്രാക്ട് ചെയ്യുന്ന ഒരു ചെടിയാണ്. ഏത് കാലത്ത് വന്നാലും ഇതിൻ്റെ അകത്ത് പൂവുണ്ടാവും. ഇനി ഇതിൻ്റെ ഒരു ഫൈറ്റോ കെമിക്കൽ കോമ്പോസിഷൻ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ വേരുകളിൽ ബീറ്റ ആമറിൻ, ബീറ്റ സൈറ്റോസ്റ്റെറോൾ, എയ്തൈൽ കൊളസ്ട്രാ, ട്രൈൻ ഡെറിവേറ്റീവ്സ് ഉണ്ട് എന്നാണ് പലയിടത്തും കിട്ടിയേക്കുന്ന ഒരു റെഫറൻസ്. ഇനി ഇതിൻ്റെ ലീവ്സിൽ, അതായത് ഇലകളിൽ റൂട്ടിൻ, ക്വർസെറ്റിൻ എന്ന് പറഞ്ഞ ഫ്ലേവനോയിഡ്സും ഗ്ലൈക്കോസൈഡ്സും ടാനിൻസും ടെർപ്പനോയിഡ്സും ഫിനോൾസും കൗമാരിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പൂക്കളിലാണെങ്കിൽ പ്രോട്ടീൻസും സ്റ്റിറോയിഡ്സും കാർബോഹൈഡ്രേറ്റ്സും ഫിനോളിക്സും അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റെം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ആൽക്കലോയിഡ്സും സാപ്പണിൻസും പിന്നെ ക്ലിയോഡ്രിൻ, ഗ്ലൂട്ടിനോൾ എന്ന് പറയുന്ന ടെർപ്പൻസും പിന്നെ ടാനിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്നും പറയുന്നു. ഇത്രയും കോമ്പണൻസ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതും പിന്നെ മെഡിസിനൽ യൂസേജിന് യൂസ് ചെയ്യുന്ന ഒരു ചെടിയാണ്. പക്ഷേ ഇത് നേരിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ടോക്സിക് ആണ്. ഇത് മൈൽഡ്ലി ടോക്സിക് ആണിത്. ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രൈനൽ ഡിസ്കംഫേർട്ടും ഇൻഡൈജഷനും ഒക്കെ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. പെറ്റ്സിനെയും കുട്ടികളെയും ഒക്കെ മാക്സിമം ഇത് പറിച്ചു കൊടുക്കാതെ ഇരിക്കുക. ഇതിൽ നിന്നൊന്ന് കുറച്ച് മാറ്റി നിർത്തുക. കാരണം ഇതിൻ്റെ ബെറീസും ലീവ്സും അത്യാവശ്യം നല്ല രീതിക്ക് ടോക്സിക് ആണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ളൊരു കറമാതിരിയുള്ളൊരു സംഭവം സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോക്സിസിറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇനി ഇതിൻ്റെ പ്രോപ്പറായിട്ട് മരുന്നാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സും അതുപോലെ തന്നെ മെഡിസിനൽ യൂസേജിലേക്കൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിലുള്ള ഹൈ ഫ്ലേവനോയിഡ് ആൻഡ് പോളിഫിനോൾ കണ്ടന്റ് ആൻറ്റി ഓക്സിഡൻസ് ആണ്. അത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കും, അതായത് ആൻറ്റി ക്യാൻസറസ് ആണ്. ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററിയും ആൻറ്റി ബാക്ടീരിയലും ആണ്. ബാക്ടീരിയൽ എന്ന് പറയുമ്പോഴേക്കും മെയിനായിട്ട് എഫക്റ്റ് ആവുന്നത് ഈ കോളി, കാൻഡിഡ ആൽബിക്കൻസ്, പിന്നെ ബി സബ്റ്റിലിസ് എന്നീ പറഞ്ഞ ബാക്ടീരിയാസിനാണ് ഇത് എഫക്റ്റീവ് ആവുന്നത്. പിന്നെ ഇത് ആൻറ്റി ഡയബറ്റിക് ആണ്. ഇത് ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് ആണ്. അതായത് ലിവറിൻ്റെ അകത്തുള്ള ടോക്സിൻസ് ഒക്കെ കുറച്ച് ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ ഒരു ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് ഏറ്റവും എഫക്റ്റീവ് ആവുന്നത് ഹില സെൽ ലൈൻസും പിന്നെ അതിൻ്റെ ഒരു സബ് സെൽ ലൈൻസും ആയിട്ടുള്ള KB സെൽ ലൈൻസും ആണ്. അപ്പോൾ ഈ സെൽ ലൈൻസ് കോമൺ ആയിട്ടുള്ള സ്പെസിഫിക് ക്യാൻസേഴ്സിന് മരുന്നായിട്ട് ഇത് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്
ഓങ്കോളജി സ്റ്റുഡൻസിന് നല്ലൊരു സ്റ്റഡി മെറ്റീരിയൽ കൂടിയാണ്. ഇത് മൈൽഡ്ലി ടോക്സിക് ആണ്, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസ്കംഫേർട്ടൊക്കെ ഉണ്ടാക്കും എന്ന് പറഞ്ഞെങ്കിലും ഇതിനൊരു ഗുണം കൂടിയുണ്ട്. ഇത് ആന്തൽമെറ്റിക് ആണ്, അതായത് ഇതിൻ്റെ അകത്ത് ഇൻറ്റസ്റ്റൈനൽ വേംസിനെ മറ്റേ വിരകൾ അങ്ങനെയുള്ള സംഭവത്തിനെയൊക്കെ കൊന്ന് പുറത്തേക്ക്. ട്രഡീഷണൽ തായ് മെഡിസിൻസിൽ ഇത് പനി കുറയ്ക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ചെടി കൂടിയാണ്. വേറെ മെഡിസിനൽ യൂസേജ് പറയുകയാണെങ്കിൽ ഇന്ത്യ, ചൈന, ജപ്പാനിൽ ഇത് റുമാറ്റിസം, അൾസേഴ്സ്, ന്യൂറാൾജിയ, ഇൻഫ്ലമേഷൻസ്, പിന്നെ മുറിവുകളൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടി. ഇന്തോനേഷ്യയിലാണെങ്കിൽ ഇത് കണ്ണിസൂക്കേടും വയറുവേദനയ്ക്കൊക്കെ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. ആൻഡമാൻസിലെ ട്രൈബൽസ് ആണെങ്കിൽ യൂറിനറി ഡിസോർഡേഴ്സ് ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയതുകൊണ്ട് തായ്ലാൻഡിൽ ഹെർബൽ ബാച്ചിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. നമ്മുടെ ഈ കേരളത്തിൽ പനികൾക്കും ഡയബറ്റീസിനും പിന്നെ സ്കിൻ ഡിസീസസിനൊക്കെ എതിരെ യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻ കൂടിയാണ് ഈ പറയുന്ന പ്ലാന്റ്. ഇനി ഇതിൻ്റെ ഒരു ഗ്രോയിങ് കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ പാർഷ്യൽ സണ്ണോ ഒരു ഫുൾ ഷെയ്ഡോ ഒക്കെ ഇത് ടോളറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ സ്ലൈറ്റ്ലി അസിഡിക് ആയിട്ടുള്ള ഹ്യൂമസ് റിച്ച് വെൽ ഡ്രെയിൻഡ് സോയിലാണ് ഇതിന് ഏറ്റവും നല്ലത്. പിന്നെ വാട്ടറിങ് മോഡറേറ്റ് മതി, അത്യാവശ്യം വരൾച്ചയൊക്കെ ഇത് ടോളറേറ്റ് ചെയ്യും. പിന്നെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റിലാണ് ഇത് ഏറ്റവും നല്ലത്. ഇതിന് കുറേ കൾച്ചറൽ സിഗ്നിഫിക്കൻസും ഉണ്ട്. അതായത് ഈ മലയും നാടോടി കഥകളിൽ ഇത് സ്പിരിറ്റ്സിനെ, അതായത് പ്രേതങ്ങളെയൊക്കെ അട്രാക്ട് ചെയ്യുന്ന ഒരു ചെടിയാണെന്നാണ് ഇവരുടെ വിശ്വാസം. ഇതിൻ്റെ ഒരു ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഇത് എല്ലാ കാലത്തും ഇതിൻ്റെ അകത്ത് പൂക്കൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് പോളിനേറ്റേഴ്സിനെ ആ ഏരിയയിലേക്ക് അട്രാക്ട് ചെയ്യാൻ നല്ലൊരു ചെടിയാണ്. പോളിനേറ്റേഴ്സ് എന്ന് പറയുമ്പോഴേക്കും തേൻകിളികൾ, തേനീച്ചകൾ, പൂമ്പാറ്റകൾ, അങ്ങനെ പല പ്രാണി. ഇത് നേറ്റീവ് ഹാബിറ്റാറ്റിൽ ഒരു ഇൻവാസീവ് സ്പീഷീസ് ആണ്. ഇത് ഒരുപാട് ഭയങ്കരമായിട്ട് പെരുകും, ഇത് കൺട്രോൾ ചെയ്യേണ്ടി വരും. എന്നാൽ നോൺ നേറ്റീവ് ഹാബിറ്റാറ്റ്സ് ഇത് പ്രൂൺ ചെയ്തൊക്കെ നിർത്തിയാലേ ഇതിൻ്റെ അകത്ത് ഇത് പ്രോപ്പറായിട്ട് വളരും. ഒരുപാട് കാട് പോലെ വളരുന്നതാണെങ്കിലും ഇത് അത്യാവശ്യം നല്ല ഓർണമെൻ്റൽ വാല്യൂ ഉള്ള, നല്ല ഭംഗിയുള്ള, ഒരുപാട് മെഡിസിനൽ യൂസേജ് ഉള്ള, ഒരുപാട് പോളിനേറ്റേഴ്സിനെ, അതായത് ബട്ടർഫ്ലൈസിനെയൊക്കെ അട്രാക്ട് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഡെഫിനറ്റായിട്ടും നിങ്ങളുടെ ഗാർഡനിലേക്ക് ഒരു ആഡ് ഓൺ ആണ്. ഒരുപാട് മെഡിസിനൽ വാല്യൂസും ഉണ്ട് ഇതിന്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.